ഹായ് നമസ്കാരം. ഒരാഴ്ച രണ്ടും അതിൽ കൂടുതലും സിനിമകൾ വന്ന ആകെ ഒരു കൺഫ്യൂഷൻ ആണല്ലേ, ഏത് കാണണമെന്ന്. കഴിഞ്ഞ ആഴ്ച മലയാളത്തിൽ 4 സിനിമകൾ പ്രധാനമായിട്ടും വന്നിരുന്നു. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനത്തിൽ ദിലീപ് നായകനായി വന്ന കോടതി സമക്ഷം ബാലൻ വക്കീൽ, കാളിദാസ് ജയറാം, അപർണ ബാലമുരളി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ് റൗഡി, അമിത് പ്രധാന വേഷത്തിലെത്തി രജീഷ് മിത്തല സംവിധാനം ചെയ്ത വാരിക്കുഴിയിലെ കൊലപാതകം, പുതുമുഖങ്ങളെ പ്രധാന കഥാപാത്രങ്ങളായി വന്ന് GS പ്രദീപ് സംവിധാനം ചെയ്ത സ്വർണ്ണ മത്സ്യങ്ങൾ. ഇത്രയും ദിവസത്തെ പ്രേക്ഷക പ്രതികരണം നോക്കുമ്പോഴും നല്ല റെസ്പോൺസ് കിട്ടിയ ചിത്രം കോടതി സമക്ഷം ബാലൻ വക്കീലാണ്. മാർക്കറ്റിങ്ങിൻ്റെ അഭാവം നന്നായി തന്നെ ഉണ്ടെങ്കിലും കാണുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമായി മാറാൻ വാരിക്കുഴിയിലെ കൊലപാതകത്തിനും സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമകളിലെ ബെസ്റ്റ് സിനിമയായിട്ട് എനിക്ക് തോന്നിയത് ബാലൻ വക്കീലും വാരിക്കുഴിയിലെ കൊലപാതകവുമാണ്. ഒരു എൻ്റർടൈനർ എന്ന നിലയിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ കോടതി സമക്ഷം ബാലൻ വക്കീലിലൂടെ ബി ഉണ്ണികൃഷ്ണനും ദിലീപിനും സാധിക്കുന്നുണ്ട്. ശ്രദ്ധേയമായ ചില ചുവടുമാറ്റങ്ങൾ കൂടെ കാണിച്ചു തരുന്ന സിനിമയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ. രാമലീല, കമ്മാര സംഭവം തുടർന്ന് വന്ന കോടതി സമക്ഷം ബാലൻ വക്കീൽ വരെ എടുക്കുകയാണെങ്കിൽ ദിലീപ് അതുവരെ തൻ്റെ കരിയറിൽ ഹിറ്റടിച്ച് വന്ന ഒരു ഫോർമുലയെ പാടെ മാറ്റി നിർത്തുന്നുണ്ട്. ആ പഴയ ഫോർമുലയിൽ വന്ന അവസാന സിനിമകളോടൊക്കെ പ്രേക്ഷകരും അകലം പാലിച്ചു എന്നതും സത്യമാണ്. ഒരു ത്രില്ലർ ഫാമിലി സിനിമകൾ ചെയ്തു വന്നിടത്തു നിന്നും കോമഡിയിലൂടെ ത്രില്ലർ സിനിമ അവതരിപ്പിക്കുന്നതിലേക്ക് ബി ഉണ്ണികൃഷ്ണൻ്റെ ഒരു ചുവടുമാറ്റം കൂടെ കോടതി സമക്ഷത്തിൽ കാണാൻ പറ്റും. സാധാരണ മിസ്റ്ററി സിനിമകളിൽ കണ്ടുവരുന്ന ഒരു ആഖ്യാന രീതിയിൽ നിന്ന് അല്പം മാറി നിൽക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ ശരിക്കും കോടതി സമക്ഷം ബാലൻ വക്കീലിലെ പ്രധാന താരം എന്ന് പറയുന്നത് സിദ്ദിഖാണ്. മലയാളത്തിൽ വേഴ്സറ്റൈൽ ആക്ടേഴ്സിൽ ഒരാൾ എന്നതിൽ ഒരു സംശയമില്ലല്ലോ അല്ലേ. സിനിമയിൽ ഏതൊരു താരത്തെക്കാളും ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രകടനം സിദ്ദിഖ് കാഴ്ചവെച്ചിട്ടുണ്ട്. സിനിമയെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ചർച്ചകളിലുമൊക്കെ സിദ്ദിഖ് നിറഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. അധികം ചർച്ചകളിൽ വരാത്ത ഒരു പ്രകടനമായിരുന്നു സുരാജ് വെഞ്ഞാറമൂടിൻ്റെത്. ഒരു കാലത്ത് തമാശക്കായി ഉണ്ടാക്കിയ സീനിൽ വെറുതെ സംഭാഷണങ്ങൾ കൊണ്ടുള്ള കളികളായിരുന്നു സുരാജിൻ്റെ. ഒരു കാലത്ത് അതിൻ്റെ മാർക്കറ്റ് തീരുകയും ചെയ്തിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നീട് സ്വഭാവ നടൻ എന്ന രീതിയിലും നായകൻ എന്ന രീതിയിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കോടതി സമക്ഷത്തിലെത്തുമ്പോൾ ഒരു നല്ല സ്വഭാവ നടനിൽ കൂടെ തന്നെ കുറച്ചുകൂടി രസകരമായ തമാശകൾ കൊണ്ടുവരാൻ സുരാജിന് നല്ല രീതിയിൽ തന്നെ സാധിച്ചിട്ടുണ്ട്. ഒരു ത്രില്ലർ പശ്ചാത്തലത്തിൽ തന്നെ കുറച്ചേറെ നല്ല പ്രകടനങ്ങളുടെ സ്പേസ് കൂടെ സിനിമ നൽകുന്നുണ്ട്. തമാശയും ത്രില്ലും ഒക്കെ ചേർന്നുള്ള ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ എന്ന നിലയിൽ വാച്ചബിൾ സിനിമാ ഗണത്തിലേക്ക് തീർച്ചയായും ചേർത്ത് വയ്ക്കാവുന്ന സിനിമയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ. വാരിക്കുഴിയിലെ കൊലപാതകം എത്തുമ്പോഴും ഒരു ത്രില്ലർ സ്വഭാവം തന്നെയാണ്. പക്ഷേ ആദ്യം മുതൽ അങ്ങനെ ഒരു പശ്ചാത്തലത്തെ അല്ല സിനിമ കൊണ്ടുവരുന്നത്. ഒരു നാടിനെയും അവിടുത്തെ കഥാപാത്രങ്ങളെയും കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം പ്രധാന പ്രശ്നത്തിലേക്ക് കടക്കുന്നു, അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നു. സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ആ ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ നല്ല രസമാണ്. സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് വശങ്ങളിലൊന്ന് ദിലീഷ് പോത്തൻ്റെ പ്രകടനമാണ്. നമ്മൾ ഇത്രയും കാലം കണ്ടു പരിചയമുള്ള ഒരു വേഷപ്പകർച്ചയിൽ നിന്ന് മാറി തന്നെ ഗംഭീരമായി കഥാപാത്രത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. കഥയുടെ ഓരോ ഘട്ടത്തെയും മികച്ചാക്കുന്നതിൽ പശ്ചാത്തല സംഗീതവും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. പ്രധാന വേഷത്തിലെത്തിയ അമിതും തൻ്റെ റോൾ നന്നായി ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ്റെയും എടുത്തു പറയേണ്ട ഒരു പ്രകടനം സിനിമ സമ്മാനിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഇൻട്രസ്റ്റിംഗ് ആയൊരു പ്ലോട്ടിൽ രസകരമായ ഒരു ത്രില്ലർ കഥ പറയുകയാണ് ചിത്രം. കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമകളിൽ കൊള്ളാമെന്ന് തോന്നിയ ചിത്രങ്ങൾ ഇവയാണ്. രണ്ടും ത്രില്ലർ സിനിമകളുടെ വിഭാഗത്തിൽ പെടുത്താവുന്നതാണ്. അതിലൊന്ന് തമാശയുടെ അകമ്പടിയോടെ തന്നെ പറയുന്നു എന്ന് മാത്രം. ഒരു എൻ്റർടൈനർ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് നിരാശ സമ്മാനിക്കാത്ത സിനിമ തീർച്ചയായും കണ്ടിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ താരം തീർച്ചയായും സിദ്ദിഖ് തന്നെയാണ്. കോടതി സമക്ഷം ബാലൻ വക്കീലിൻ്റെ നേതൃത്വത്തിലെ കഞ്ചാവടിച്ച അച്ഛൻ കഥാപാത്രത്തെയും സ്വർണ്ണ മത്സ്യങ്ങളുടെ നേതൃത്വത്തിലെ അധ്യാപകൻ്റെ വേഷവും ഗംഭീരമാക്കിയ നടൻ. കഴിഞ്ഞ ആഴ്ചയിലെ ഇഷ്ട സിനിമകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാള സിനിമ 2019 2 മാസങ്ങൾ പിന്നിടുകയാണ്. 2 മാസത്തെ സിനിമാ വിശേഷങ്ങളെക്കുറിച്ച് നാളെ. അതുവരേക്കും ബൈ ബൈ.